കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് ഈ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആ ലഗേജ് പെട്ടിയിലേക്ക് നോക്കിയിരുന്നോ? ഇന്നിൽ ജീവിക്കാൻ ഒരു ചെറിയ ശ്രമമെങ്കിലും നടത്തിയിരുന്നോ? ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഒരു ചോദ്യമായിരിക്കാം. പക്ഷേ നമ്മൾ തമ്മിൽ കള്ളങ്ങളില്ലല്ലോ, അല്ലേ? ഫോണിൽ 1000-ലധികം കോണ്ടാക്റ്റുകൾ ഉണ്ടായിരിക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും 100 കണക്കിന് ഫോളോവേഴ്സ് നിങ്ങളുടെ പോസ്റ്റുകൾക്ക് ലൈക്ക് അടിക്കുമ്പോൾ, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജുകൾ വന്നു നിറയുമ്പോൾ, എപ്പോഴെങ്കിലും ഒരു രാത്രിയിൽ ഈ ഒരു വലിയ ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോൾ പോലും എന്നെ മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ലോകത്ത് ഏറ്റവും വലിയ ഏകാന്തത എന്താണെന്നറിയാമോ? അത് ഒരു കാട്ടിലോ അല്ലെങ്കിൽ വിജനമായ ഒരു ദ്വീപിലോ ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നതല്ല. അത് നമുക്ക് ചുറ്റും ഒരുപാട് മനുഷ്യർ ഉള്ളപ്പോഴും, നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ ഒപ്പമുള്ളപ്പോഴും ഉള്ളിൽ അനുഭവപ്പെടുന്ന ആ ഭീകരമായ ശൂന്യതയാണ്. ഈ ചോദ്യം, ഈ വിഷയം കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ നിന്ന് ഒരു സുഹൃത്തയച്ച ഇമെയിൽ വായിച്ചപ്പോഴാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയത്. അവർ ഇങ്ങനെ എഴുതി: ചേട്ടാ, ഞാനിവിടെ ഒരു വലിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ഭർത്താവുണ്ട്, കുട്ടികളുമുണ്ട്. റൂമിൽ എപ്പോഴും ആളുകളുമുണ്ട്. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് വണ്ടി ഓടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ സ്റ്റിയറിംഗ് വീലിൽ പിടിച്ച് ഞാൻ ചിലപ്പോൾ ഭയങ്കരമായി കരയാറുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ചുറ്റും എല്ലാവരുമുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ആരുമില്ല. ഈ കൂട്ടത്തിനിടയിലെ ഒറ്റപ്പെടൽ ഇതൊരു രോഗമല്ല. ഇത് പ്രവാസത്തിൻ്റെ, പ്രത്യേകിച്ച് നാടും വീടും വിട്ട് മറുനാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ പറയാത്ത മുറിവാണ്. ഇന്ന് ഉത്സവത്തിൽ നമ്മൾ തിരയുന്നത് ഈ നിശബ്ദതയെയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യർക്കിടയിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്? നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം. ഉത്സവത്തിലേക്ക് സ്വാഗതം. ഞാൻ ഒരു പ്രവാസി. മുഖംമൂടികളില്ലാതെ ഉള്ളിലെ സത്യങ്ങൾ മാത്രം സംസാരിക്കുന്ന ഈ ചെറിയ കൂട്ടായ്മയിൽ നിങ്ങൾ ഇതുവരെ പങ്കാളിയായിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അതേ ചിന്തകളിലൂടെ കടന്നുപോകുന്ന ഒരു വ്യക്തിയാണ് ഈ സംസാരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും കണക്റ്റഡായ ഒരു കാലഘട്ടത്തിലാണ്. നാട്ടിലുള്ള മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ സഹോദരങ്ങളെയോ കാണാൻ ഇന്ന് മാസങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. വിരൽത്തുമ്പിലൊരു വീഡിയോ കോൾ ചെയ്താൽ മതി. അമേരിക്കയിലിരുന്ന് കേരളത്തിലെ ചായക്കടയിലെ രാഷ്ട്രീയ ചർച്ച വരെ തത്സമയം കാണാൻ കഴിയും. പക്ഷേ ഒരു വിരോധാഭാസം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കമ്മ്യൂണിക്കേഷൻ കൂടിക്കൂടി വന്നു, പക്ഷേ കണക്ഷൻ കുറഞ്ഞു പോയി. ഇതിന് മനഃശാസ്ത്രജ്ഞർ പറയുന്ന ഒരു പേരുണ്ട്: ഹൈപ്പർ കണക്ടിവിറ്റി വിത്ത് ഹൈപ്പർ ഐസൊലേഷൻ. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ സ്ക്രീനുകളിലൂടെ ലോകത്തെ മുഴുവൻ തൊടാൻ പറ്റുന്നുണ്ട്, പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തെ തൊടാൻ നമുക്ക് കഴിയുന്നില്ല. ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങളുടെ ഫ്ലാറ്റിലെ അല്ലെങ്കിൽ റൂമിലെ ലിവിംഗ് റൂമിൽ 3-4 പേർ ഇരിക്കുന്നുണ്ടാകാം. പക്ഷേ എല്ലാവരുടെയും കൈകളിൽ ഓരോ ഫോണുകളുണ്ടായിരിക്കും. ഒരു മുറിക്കുള്ളിൽ 4 വ്യത്യസ്ത ലോകങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്.
നമ്മൾ സംസാരിക്കുന്നത് കോൺക്രീറ്റ് ചുവരുകളോടല്ല, തിളങ്ങുന്ന ഈ ചില്ല് സ്ക്രീനുകളോടാണ്. പ്രവാസഭൂമിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് സുരക്ഷിതത്വം കണ്ടെത്താനാണ്. നല്ലൊരു ജോലി, നല്ലൊരു ശമ്പളം, നല്ലൊരു വീട്, ഇതിൻ്റെയൊക്കെ പുറകെ നമ്മൾ ഓടും. പക്ഷേ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ ചില ഇമോഷണൽ കണക്ഷനുകൾ അറ്റുപോകാറുണ്ട്. നാട്ടിലായിരുന്നപ്പോൾ ഓർമ്മയുണ്ടോ? വൈകുന്നേരം വെറുതെ ഒരു ചായക്കടയിൽ പോയി ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ടിൽ പോയി ഇരുന്നാൽ മതി. കാര്യങ്ങളില്ലാതെ 2 മണിക്കൂർ സംസാരിക്കാം. ഒരു വിഷമമുണ്ടായാൽ ഓടിച്ചെല്ലാൻ 4 സുഹൃത്തുക്കളുണ്ടാകും. അവിടെ പണത്തെക്കുറിച്ചോ പ്രൊമോഷനെക്കുറിച്ചോ ആരും ചോദിക്കാറില്ല. പക്ഷേ ഇവിടെ വിദേശത്ത് നമ്മൾ കാണുന്ന മനുഷ്യരിൽ ഭൂരിഭാഗവും നമ്മുടെ പ്രൊഫഷണൽ സർക്കിളിലുള്ളവരാണ്. അവിടെ മത്സരമുണ്ട്, അവിടെ താരതമ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാൻ പേടിയാണ്. നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് നമ്മുടെ പരാജയമായി മറ്റുള്ളവർ കാണുമോ എന്ന ഭയം. അവിടെയാണ് കൂട്ടത്തിനിടയിലും നമ്മൾ ഒരു വലിയ മതിൽ പണിയുന്നത്. പുറത്ത് നമ്മൾ ചിരിക്കും, പാർട്ടികളിൽ പോകും, ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടും. പക്ഷേ ഉള്ളിൽ, ആ മനസ്സിൽ, ആ മതിലിന് പുറകിൽ നമ്മൾ തികച്ചും ഒറ്റയ്ക്കായിരിക്കും. ഇത് സിഡ്നിയിലുള്ള ഒരു മലയാളി യുവാവിൻ്റെ യഥാർത്ഥ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയ കഥയാണ്. അജയ്ക്ക് 32 വയസ്സ്. IT മേഖലയിലാണ്. അവൻ 3 മലയാളി സുഹൃത്തുക്കളുടെ ഒപ്പമാണ് ഒരു വലിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്നത്. എല്ലാവരും ഒരേ പ്രായമുള്ളവർ, ഒരേ നാട്ടുകാർ. മേശപ്പുറത്ത് എപ്പോഴും ചിരിയും കളിയുമുണ്ട്. ഒന്നിച്ച് ബിരിയാണി വയ്ക്കുന്നു, വീക്കെൻഡുകളിൽ പുറത്ത് പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകുന്നു, സിനിമ കാണുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും എന്തൊരു നല്ല ലൈഫ്. പക്ഷേ ഒരു ശനിയാഴ്ച രാത്രി എല്ലാവരും പുറത്തു പോയ ഒരു സമയം അജയ്ക്കന്ന് രാത്രി ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവൻ്റെ സിസ്റ്റം ഡൗണായി. അവൻ മുറിയിൽ തനിച്ചായി. അവൻ ജനാലയ്ക്കരികിൽ വന്ന് നിന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അവൻ ഫോൺ എടുത്തു, കോണ്ടാക്ട് ലിസ്റ്റ് സ്ക്രോൾ ചെയ്തു. അവന് ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുണ്ട്. കാര്യമായിട്ടല്ല, ഉള്ളിലെ ഒരു ഭാരം പങ്കുവയ്ക്കാൻ. അവൻ ഓരോ പേരായി നോക്കി. റൂംമേറ്റ്സ്. അവരോട് ജോലിയിലെ സ്ട്രെസ് പറഞ്ഞാൽ അവർ പറയും, ഡാ നീയെങ്കിലും രക്ഷപ്പെട്ടല്ലോ, ഞങ്ങളുടെ അവസ്ഥ നോക്ക്. നാട്ടിലെ സുഹൃത്തുക്കൾ അവരോട് പറഞ്ഞാൽ അവർ പറയും, ഡാ നീ ഓസ്ട്രേലിയയിലിരുന്ന് ആഡംബര ജീവിതം നയിക്കുന്നവനല്ലേ, നിനക്കെന്ത് സങ്കടം. അമ്മയോട് പറഞ്ഞാൽ അമ്മ രാത്രി ഉറങ്ങില്ല, BP കൂടും. അജയ് ആ ഫോൺ കട്ടിലിലേക്ക് എറിഞ്ഞു. അവന് ചുറ്റും 3 സുഹൃത്തുക്കളുണ്ട്. നാട്ടിൽ വലിയൊരു കുടുംബമുണ്ട്. പക്ഷേ ആ നിമിഷത്തിൽ, ആ വലിയ സിഡ്നി നഗരത്തിൽ താൻ തികച്ചും ഒറ്റയ്ക്കാണ് എന്നവൻ തിരിച്ചറിഞ്ഞു. അവൻ കട്ടിലിൽ കിടന്ന് മേൽക്കൂരയിലേക്ക് നോക്കിയിരുന്നു. ഇതാണ് ഫങ്ഷണൽ ലോൺലിനെസ്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ ചുമതലകളും കൃത്യമായി ചെയ്യും. ജോലിക്ക് പോകും, പണം അയക്കും, സുഹൃത്തുക്കളോടൊത്ത് ചിരിക്കും. പക്ഷേ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവിനെ തൊടാൻ ആരുമില്ലാത്ത അവസ്ഥ. പല പ്രവാസികളും ഈ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ മാത്രമാണ് ഇങ്ങനെ എന്ന്. അല്ല പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ തൊട്ടടുത്ത റൂമിലിരിക്കുന്ന ആ വ്യക്തിയും നിങ്ങളുടെ കൂടെ കാർപൂൾ ചെയ്യുന്ന ആ സുഹൃത്തും ഇതേ ശൂന്യത ഉള്ളിൽ ചുമക്കുന്നവരാണ്. പക്ഷേ ആരും അത് പുറത്തു പറയില്ല. കാരണം നമ്മളെല്ലാവരും
ഞാൻ ഹാപ്പിയാണ് എന്ന അഭിനയത്തിൻ്റെ വലിയൊരു മത്സരത്തിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റൊരു വശം നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഏകാന്തത നമ്മുടെ ഉള്ളിൽ വരുന്നത്? മനഃശാസ്ത്രത്തിൽ ഒരു വലിയ സത്യമുണ്ട്. ലോൺലിനെസ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് പീപ്പിൾ, ഇറ്റ് ഈസ് ദി ആബ്സെൻസ് ഓഫ് കണക്ഷൻ വിത്ത് വൺ സെൽഫ്. അതായത് ഏകാന്തത എന്നാൽ മറ്റുള്ളവർ ഇല്ലാത്തതല്ല, നമ്മൾ നമ്മളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തുന്നതാണ്. നാട്ടിലായിരുന്നപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. എപ്പോഴും ആളുകൾ, എപ്പോഴും ശബ്ദം. പക്ഷേ ഇവിടെ വിദേശത്ത് വരുമ്പോൾ നിശബ്ദത കൂടും. ആ നിശബ്ദതയിലാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത്. പലരും ഈ നിശബ്ദതയെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റൂമിൽ ഒറ്റയ്ക്കാകുമ്പോൾ നമ്മൾ ഉടൻ തന്നെ TV ഓൺ ചെയ്യും, അല്ലെങ്കിൽ ഹെഡ്ഫോണിൽ പാട്ട് വെച്ച് കേൾക്കും, ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യും. നമ്മൾ ആ നിശബ്ദതയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കൂ, ഏകാന്തത എന്നത് നിങ്ങളുടെ ശത്രുവല്ല, അതൊരു സിഗ്നൽ മാത്രമാണ്. നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യൻ നിങ്ങളോട് പറയുകയാണ്, നീ ലോകത്തുള്ള എല്ലാവരെയും വിളിച്ചു, എല്ലാവർക്കും മെസ്സേജ് അയച്ചു, പക്ഷേ നീ എന്നോട് സംസാരിച്ചിട്ട് ഒത്തിരി നാളായി. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ മറന്നുപോയതിൻ്റെ അടയാളമാണത്. നമ്മൾ നമ്മുടെ സന്തോഷത്തെ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് ഈ ഒറ്റപ്പെടൽ കൂടുന്നത്. അവനെന്നെ വിളിച്ചില്ല, അവളെന്നെ വിളിച്ചില്ല, അവനെന്നെ മനസ്സിലാക്കിയില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ചോദ്യം ഇതാണ്, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ താങ്കളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ഈ ഏകാന്തതയെ ഒരു ശാപമായി കാണാതെ നിങ്ങളിലേക്ക് മടങ്ങാനുള്ള ഒരു വലിയ അവസരമായി കാണാൻ താങ്കൾക്ക് കഴിയുമോ? ഈ കൂട്ടത്തിനിടയിലെ ഒറ്റപ്പെടൽ മാറ്റാൻ ഞാൻ കുറച്ച് വിദ്യകൾ പറഞ്ഞുതരാം. ഒന്ന്, ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി. അതായത് നിങ്ങൾക്ക് 1000 സുഹൃത്തുക്കൾ ഉണ്ടാകേണ്ടതില്ല, പക്ഷേ നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിലും വിധികളില്ലാതെ നിങ്ങളെ കേൾക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തിനെയെങ്കിലും കണ്ടെത്തൂ. അത് പ്രൊഫഷണൽ ബന്ധമായിരിക്കരുത്. ഒരുപക്ഷെ നാട്ടിലെ നിങ്ങളുടെ പഴയൊരു കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഈ വിദേശ ജീവിതത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പുതിയ സുഹൃത്ത് ബന്ധമായിരിക്കാം. ആഴ്ചയിൽ ഒരിക്കൽ ആ വ്യക്തിയെ വിളിച്ച് നിങ്ങളുടെ മനസ്സ് തുറക്കൂ. അടുത്തത്, 20 മിനിറ്റ് നേരം നിങ്ങൾ നിങ്ങളുടെ നിശബ്ദതയ്ക്ക് നൽകൂ. മുറിയിൽ ഒറ്റയ്ക്കാകുമ്പോൾ ഫോൺ മാറ്റിവെക്കൂ. ആ നിശബ്ദതയെ ഭയപ്പെടാതെ ഒരു ചായക്കപ്പും പിടിച്ച് ജനാലയ്ക്കരികിൽ ഇരുന്ന് നോക്കൂ. നിങ്ങളുടെ ചിന്തകളെ ഒഴുകാൻ അനുവദിക്കൂ. ചായക്കപ്പും പിടിച്ച് ജനാലയ്ക്കരികിൽ ഇരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനിടാൻ വേണ്ടി മാത്രമുള്ള പിക്ചർ അല്ല എന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാകും. നിങ്ങളുമായി സൗഹൃദത്തിലാവുക എന്നതാണ് ഏകാന്തതയ്ക്കുള്ള ഏറ്റവും വലിയ മരുന്ന്. അടുത്തത്, സേവനത്തിൻ്റെ വഴി, ദി ആർട്ട് ഓഫ് ഗിവിങ്. നിങ്ങൾ ഒറ്റപ്പെട്ടുപോയി എന്ന് തോന്നുമ്പോൾ നിങ്ങളെക്കാൾ വിഷമിക്കുന്ന മറ്റൊരാൾക്ക് ഒരു ചെറിയ സഹായം ചെയ്യൂ. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള പുതിയൊരു പ്രവാസിക്ക് വഴി കാണിച്ചു കൊടുക്കൂ, അല്ലെങ്കിൽ പ്രായമായ ഒരു മലയാളിക്ക് ഒരു സഹായമാകൂ. മറ്റൊരാളുടെ മുഖത്തൊരു ചിരി വരുത്തുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത തനിയെ മാറാൻ തുടങ്ങും. ഈ സംഭാഷണം ഇവിടെ തീരുന്നതിന് മുൻപ് നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഞാനൊരു സത്യം പറയട്ടെ. നിങ്ങൾ ഈ മറുനാട്ടിൽ വന്നു നിൽക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സഹിച്ചിട്ടാണ്. നിങ്ങളുടെ ത്യാഗങ്ങൾ ആരും കാണുന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഈ ഏകാന്തത ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ പ്രപഞ്ചം മുഴുവൻ
നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ഈ തണുപ്പിലും ഈ ചൂടിലും ഈ ഒറ്റപ്പെടലിലും പൊരുതുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. ആ ഉത്തരവാദിത്വമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. പക്ഷേ ആ ഓട്ടത്തിനിടയിൽ നിങ്ങളുടെ ഉള്ളിലെ ആ ചെറിയ കുട്ടിയെ കാണാതെ പോകരുത്. അവന് അല്ലെങ്കിൽ അവൾക്ക് ചിലപ്പോൾ വലിയ വീടോ വലിയ കാറോ ഒന്നും വേണ്ടായിരിക്കും. അവർക്ക് വേണ്ടത് നിങ്ങളുടെ ആ 5 മിനിറ്റ് ആയിരിക്കും. ഡാ, നീ സങ്കടപ്പെടേണ്ട, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട് എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് പറയുന്ന ആ ഒരു നിമിഷം. ഒരു വിമാനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയാൽ വലിയൊരു ആകാശം കാണാം, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. പക്ഷേ ഓരോ നക്ഷത്രവും എത്രയോ പ്രകാശവർഷങ്ങൾ അകലെയാണ്. അവയെല്ലാം കൂട്ടമായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവയെല്ലാം തികച്ചും ഒറ്റയ്ക്കാണ്. മനുഷ്യരും അതുപോലെയാണ് കൂട്ടുകാരാ. നമ്മൾ എല്ലാവരും ഒരു വലിയ ആകാശത്തിലെ നക്ഷത്രങ്ങളാണ്. നമ്മൾ തമ്മിൽ ദൂരമുണ്ടാകാം, പക്ഷേ നമ്മൾ എല്ലാവരും ഒരേ ആകാശത്തിന് കീഴിലാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ ഈ ഏകാന്തത അത് നിങ്ങളുടെ മാത്രം സങ്കടമല്ല. അത് ഈ ലോകത്തെ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലെ പ്രകാശമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫോണിൻ്റെ വെളിച്ചം അണച്ചു കഴിഞ്ഞാൽ ഇരുട്ടിലേക്ക് നോക്കി നിങ്ങളുടെ നെഞ്ചിൽ കൈവച്ച് ഒരു വാക്ക് പറയൂ: ഞാൻ ഇവിടെയുണ്ട്, ഞാൻ എനിക്ക് കൂട്ടായുണ്ട്. ആ ഒരു വരി നിങ്ങളുടെ ഉള്ളിലെ ശൂന്യതയെ വലിയൊരു സമാധാനം കൊണ്ട് നിറയ്ക്കും. കാരണം ഈ ലോകത്ത് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ കൂട്ട് അത് നിങ്ങൾ തന്നെയാണ്. ഈ വീഡിയോ, ഈ റേഡിയോ ടോൺ നിങ്ങളുടെ ഉള്ളിലെ ഏകാന്തതയ്ക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നു. നിങ്ങൾക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും ഉള്ളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു പ്രവാസിക്ക് ഇത് അയച്ചു കൊടുക്കൂ. നമ്മുടെ ഒരു ചെറിയ ഷെയർ ചിലപ്പോൾ ഒരാൾക്ക് ആ രാത്രിയിൽ വലിയൊരു തണലായി മാറിയേക്കാം. കമൻറ്റിൽ എഴുതൂ: എൻ്റെ കൂട്ടാണ് ഞാൻ. കാരണം ആ വാക്ക് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകുന്ന വലിയൊരു ആലിംഗനമാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രവാസ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ, പലരും ചിന്തിക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. നാട്ടിലെ അദൃശ്യമായ മതിലുകൾ, ദ ഡിസ്കണക്ട് വിത്ത് ഹോം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നമ്മൾ വിചാരിച്ച ആ പഴയ നാടായിരിക്കില്ല നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ മാറിയിട്ടുണ്ടാകും, നമ്മുടെ ബന്ധങ്ങൾ മാറിയിട്ടുണ്ടാകും. നമ്മൾ സ്വന്തം നാട്ടിൽ പോലും ഒരു അപരിചിതനായി മാറുന്ന ആ അവസ്ഥ, അതിനെക്കുറിച്ച് നമുക്കടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. അതുവരെ പ്രകാശിക്കുക ഒരു നക്ഷത്രത്തെ പോലെ. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചം അണയാതെ നോക്കാനും മറക്കരുത്. ഞാൻ ഒരു പ്രവാസി. നമസ്കാരം.